അത് നമുക്ക് അളവില്ലാത്ത കുപ്പായ ഇടുന്ന പോലെയാണ് പ്രണയിതാക്കളെല്ലാം. പിന്നെ നമ്മളത് ഓൾട്ടർ ചെയ്ത് നമ്മുടെ അളവിലേക്ക് ആക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ വളരെ ശാന്തമായി സൗമ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രണയങ്ങളുണ്ടല്ലോ, വളരെ അപൂർവമായിട്ടുണ്ട്. പക്ഷെ അതിലൊരാള് തീർച്ചയായും അയാളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ലായിരിക്കും. കാരണം അതായത് ഒരു രണ്ടുപേര് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ തീരെ വഴക്കില്ലാണ്ട് ഒരു വർഷമായിട്ട് പ്രണയിതാക്കൾക്കിടയിൽ ഒരു വഴക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഒന്നില്ലെങ്കിൽ ആ പ്രണയത്തിലുള്ള ഒരാൾ പൊട്ടനായിരിക്കണം, അതല്ലെങ്കിൽ ഒരാൾ ഒന്നും തുറന്നു പറയുന്നുണ്ടാവില്ല, അതായത് എല്ലാം സഹിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ തീർച്ചയായും അടിപൊട്ടില്ല. കാരണം രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യക്തികൾ ഒന്നിച്ചു ചേരുമ്പോൾ തീർച്ചയായും അടി പൊട്ടേണ്ടതാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നം ഉണ്ടായാലാണ് അവിടെ യഥാർത്ഥ സ്നേഹമുള്ളൂ. കാരണം ആ പ്രശ്നം കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ചു വന്ന് പൂർവാധിക ശക്തിയോടെ സ്നേഹിക്കാനാവണം. തെറ്റുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഇംപെർഫെക്ഷൻസോടു കൂടി നമ്മളെ